100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നെടുത്ത ട്രേഡ് ഇവിടെ കാണാം. ഒറ്റ ട്രേഡാണ് എടുത്തത്. ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കാണാം 30 ക്വാണ്ടിറ്റിയാണ്. സാധാരണ 15 ക്വാണ്ടിറ്റിയാണ് എടുക്കാറ്. ലെവൽ 1 നിന്ന് ലെവൽ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 2 ലോട്ടിലേക്ക് മാറി. അപ്പോൾ അതിൽ സെക്കൻഡ് ലെവലിൽ ഫസ്റ്റ് ട്രേഡാണെന്ന്. രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ആണ് ഇനി ഫസ്റ്റ് ഡേ. അതിൽ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലേന്. ഇന്നാണ് ഫസ്റ്റ് എൻട്രി എടുത്തത്. അത് ടാർഗറ്റാണ്. ടാർഗറ്റാണ് ഈ എസ് ആണെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല. എന്താണ് ഈ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എന്തോ ഒരു ഇതിന് ടാർഗറ്റ് അടിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ 100 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചത്. കറക്റ്റ് 100 പോയിൻ്റാണ് അടിച്ചത്. ഇവിടെ കാണാം കംപ്ലീറ്റ് 338, 438 പോയിൻ്റ് ഒന്നടക്കം കറക്റ്റാണ്. കറക്റ്റ് എക്സാക്ട് 100 പോയിൻറ്റ്സ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചാർട്ടിൽ പോയി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്ത്. എല്ലാ ദിവസവും ബാങ്ക് നിഫ്റ്റി തന്നെ എടുക്കൽ. നിഫ്റ്റി പരിഗണനയിൽ ഉണ്ടെങ്കിലും അതിലേക്ക് കടന്നില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത സമയത്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു സ്വിങ് ഹൈ ആണല്ലോ. ഇതിൻ്റെ മേലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇത്രയും ബുള്ളിഷ് ആയി വരുന്നതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് റീറ്റെയിലേഴ്സ് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചാടി കയറുന്ന സമയത്ത് മാർക്കറ്റിന് ഫേക്ക് ഔട്ട് ആക്കി താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് അവിടെ ഒരു എൻട്രി താഴേക്ക് എടുത്തത്. ഈ 15 മിനിറ്റ് ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം മറ്റേ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിയിട്ടാണ് എടുത്തത്. കറക്റ്റ് 100 പോയിൻറ്റ്സ് ഇവിടെ എത്തിയപ്പോൾ ടാപ്പ് ചെയ്യും. അതിൽ ഒരു രസമുള്ളൊരു കാര്യം എന്താ ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുത്ത ക്യാൻഡിലും ഒരു അപാര ക്യാൻഡിലാണ്. ചില സമയത്ത് ഇങ്ങനെ എൻട്രി കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. പണ്ട് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. എന്താ സംഭവിച്ചാൽ ഫ്ലാറ്റ് ട്രേഡ് പോയി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈമാണ് 11:05, 11:35. 2 മണിക്കൂറാണ് ഞാൻ എൻട്രി ഉണ്ടായിരുന്നത്. 11:05 എൻട്രി എടുത്ത് 11:35 ടാർഗറ്റ് അടിച്ചു. ടാർഗറ്റോട് അടിച്ചു. SL ഓർഡർ ക്യാൻസലായി. ഓക്കെ, അപ്പോൾ 11:05 ക്യാൻഡിൽ ഈ ക്യാൻഡിലാണ് എൻട്രി. അതായത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഏറ്റവും ടിപ്പിലാണ് ഞാൻ എൻട്രി. അവിടെ നിന്ന് എൻട്രി എടുത്ത് 11:35 ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടെ എത്തിയപ്പോൾ ടാർഗറ്റ് അടിച്ചു 100 പോയിൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കറങ്ങി പിന്നെ കുറേ താട്ടി വയ്ക്കും. പിന്നെ എങ്ങോട്ടായാലും നമുക്ക് വിഷയമല്ല. നമുക്ക് എൻട്രി സെറ്റപ്പ് ഈ ഒരു എൻട്രി മാത്രമേ കിട്ടിയുള്ളൂ. അതിനുശേഷം എൻട്രി ഒന്നും കിട്ടിയില്ല. മാർക്കറ്റ് ഫുള്ള് നോക്കിയിരിക്കുകയാണ്. അതിന് വൈകുന്നേരം വരെ വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഇന്ന് നോട്ട് ചെയ്ത് ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എടുത്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇന്ന് രാവിലെ ഇവിടുന്ന് എൻ്റെ അടുത്ത് അത്യാവശ്യം കുറച്ചും കൂടെ പോന്ന് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പ്രോഫിറ്റ് കണ്ട സമയത്ത് തന്നെ ഞാൻ കുറേ വിചാരിച്ചു ഇങ്ങനെ ബ്രേക്കിങ്ങിൽ കൊണ്ടുവച്ചാലോ. അതിന് മെയിൻ കാരണം 2 ലോട്ടിലേക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് ട്രേഡാണ്. അപ്പോൾ ലോസ് വരുമ്പോൾ 600 ആയിരിക്കും വരിക. സാധാരണ 300 വരുന്നിടത്തിൽ 600 ലോസ് വരും. അത് താങ്ങാൻ കുറച്ച് ഇതാണല്ലോ. അപ്പോൾ മെൻ്റലി ഇമോഷണലി പ്രശ്നമാക്കുള്ള രീതിയിൽ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും വെച്ചില്ല. അങ്ങനെ അവിടെ തന്നെ SL വെച്ചിരുന്നു. കുറേ കഴിഞ്ഞേരം ഇവിടെയൊക്കെ എത്തിയ സമയത്ത് 95 പോയിൻ്റ് പ്രീമിയത്തിൽ കയറി. അതായത് 100 പോയിൻ്റാണ് ടാർഗറ്റ്. 95 പോയിൻ്റ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നല്ലൊരു ഇറങ്ങി ഇങ്ങോട്ട്. അതിലൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് എങ്ങനെയെങ്കിലും ബ്രേക്കിംഗ് വെള്ളെങ്കിലും കൊണ്ടുവെക്കുക. എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. കോസ്റ്റ് വാഷിൽ ഇറങ്ങാമല്ലോ. പക്ഷേ ആ സമയത്തൊക്കെ മനസ്സിലുണ്ട് റൂള് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യരുത്. ടാർഗറ്റോ SL ഏതെങ്കിലും ഒന്ന് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ടാർഗറ്റ് അടിക്കുന്നവരെ ഒന്നും ചെയ്തില്ല. കോസ്റ്റ് വാഷൊന്നും വെച്ചില്ല. അതിപ്പോൾ ഇവിടെ വരെ വന്നിട്ട് തിരിഞ്ഞ് പോയി അടിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ SL ആയിരിക്കും അടിക്കുക. SL പ്രൈസ് ഇവിടെ കാണില്ല. പ്രൈസ് കറക്റ്റ് 20 പോയിൻ്റ് തന്നെയാണ് SL. അപ്പോൾ ആ 20 പോയിൻ്റ് ആയിരിക്കും അടിക്കാം. അപ്പോൾ 2500, 2600 വരെയൊക്കെ പ്രോഫിറ്റ് പോയിട്ട് ആ സാധനം എന്ന് SL അടിക്കാറിയാം. ഭയങ്കര ഇമോഷണലി പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഡിസിഷൻസിനെ ബാധിക്കരുത്. ഇന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഞാനും ഹൈലി ഇമോഷണൽ. എത്ര പ്രൊഫഷണൽ ട്രേഡർ ആയാലും എത്ര ബിഗിനറായാലും എത്ര ഇൻ്റർമീഡിയറ്റ് ആയാലും ഏത് ട്രേഡർ ആയാലും മനുഷ്യനാണോ ഇമോഷൻസ് ഉണ്ടാവും. വികാരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. ഉണ്ടാവും എന്തായാലും. അപ്പോൾ ആ ഇമോഷൻസ് നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, എത്രമാത്രം ഇമോഷൻസ് ഉള്ളിൽ അലയടിച്ചാലും നമ്മൾ എന്ത് ചെയ്യരുത്. ആ ഇമോഷൻസ് ഒന്നും നമ്മളെ പ്ലാനിനെയോ നമ്മളെ എൻട്രി ഡിസിഷൻസിനോ ഒന്നും ബാധിക്കരുത്. നമ്മൾ പ്ലാൻ യുവർ ട്രേഡ് പ്ലാൻ എന്നൊക്കെ കിട്ടിയില്ലേ, അതാണ് സംഭവം. ആ ഒരു ലൈനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എൻട്രിയും എക്സിറ്റും അതേപോലെ നമ്മൾ പ്ലാനും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതിലൊരു വിട്ടുപിടിച്ച് നമ്മൾ ചെയ്യരുത്. ഇമോഷൻസ് വരും, എന്തായാലും വരും. എത്രമാത്രം ഇമോഷൻസ് വന്നാലും ട്രേഡിങ് ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാം. അത്രമാത്രം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി അടിപൊളിയാണോ അല്ലെങ്കിൽ മോശമാണെങ്കിൽ അത് മാറ്റാം, അടിപൊളിയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അത്ര പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ജേണൽ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ലെവലിൻ്റെ ജേണലാണ്. സെക്കൻഡ് ലെവലിൻ്റെത് സെക്കൻഡ് ലെവൽ ഇന്നലെ തുടങ്ങി. ഇന്നലെ ട്രേഡൊന്നും ഇല്ലേന്. ഇന്നൊറ്റ ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.